ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്വന്തം അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു റെസിപ്പിയാണ് ഈ അണ്ടിപ്പുട്ട്. അണ്ടിപ്പുട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകളൊക്കെ വരുന്നൊരു വിഭവമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമായിരിക്കും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. എൻ്റെ ഓർമ്മയിൽ ഈ അണ്ടിപ്പുട്ട് എന്ന് പറയുമ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു സീന് ഈ ഉരലിങ്ങനെ ഇടിക്കുന്നൊരു സീനുണ്ട്. അതുപോലെ തന്നെ അണ്ടി ഇങ്ങനെ ചുടുന്നൊരു സീനുണ്ട്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അണ്ടിപ്പുട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു സീന്. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് ഉരലിലൊക്കെ ഇടിച്ചിട്ടായിരുന്നു ഈ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ടേസ്റ്റിലൊന്നും ഒട്ടും തന്നെ മാറ്റം വരുത്താണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അരി വേണം. അരി പുഴുങ്ങലരി ആണ് എടുക്കേണ്ടത്. ഇത് മട്ട അരി കേട്ടോ. മട്ട അരിയാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റിലും അതുപോലെ തന്നെ ആ ഒരു പെർഫെക്ഷനിലും. നമുക്ക് മട്ട അരി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ലതാണ്, ഹെൽത്തി ആയിട്ട് നോക്കുമ്പോഴും മട്ട അരിയാണ് നല്ലത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കപ്പിൽ ഏത് കപ്പ് എടുക്കാം. അരി എടുക്കുന്ന കപ്പിൽ തന്നെ ബാക്കിയുള്ളതും മെഷർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ. ഇനി ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കപ്പ് മെഷർമെൻറ്റ് മാറ്റം വരുത്തണ്ട. ഏത് കപ്പിലും നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ മാത്രം കുറച്ച് സമയം എടുക്കും ഈ അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി ഒരു 10 മിനിറ്റിന് മുകളിൽ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ വലിയ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ആ സമയത്ത് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം, അണ്ടിപ്പുട്ടിനായിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഒരു ഭാഗം മാത്രം ആയിട്ടുണ്ടെങ്കിൽ അരി കുറച്ച് എന്താ പറയുക കരിഞ്ഞ് പോലെയൊക്കെ പോകും. അതുപോലെ അങ്ങനെ ഒന്നും ആവരുത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഇതുപോലെ ഇങ്ങനെ വലിയ 3 ക്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ 2 പീസ് കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചീവി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 കപ്പ് ശർക്കര ചീവി എടുത്ത ശേഷം 2 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. കൂടുതലാവണ്ട കേട്ടോ, എന്നാൽ കുറഞ്ഞും പോവണ്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചീവി എടുക്കുക മാക്സിമം. അതുപോലെ അരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും വിട്ടു പോകണ്ട. ഇതുപോലെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ കേട്ടോ. വല്ലാണ്ട് ലോ ഫ്ലെയിം ആക്കണ്ട, എന്നാൽ വല്ലാണ്ട് ഹൈ ഫ്ലെയിമും ആക്കണ്ട. ഞാൻ ആദ്യം തന്നെ ഇതിലോട്ടുള്ള അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ ഒന്ന് പരന്ന പാത്രത്തിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയ ശേഷമാണ് ഇങ്ങനെ വറക്കുന്നത്. നേരെ നമ്മൾ അരി കഴുകിയ പാടന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞ ശേഷം വേണം ഇങ്ങനെ ഒന്ന് എന്താ പറയുക വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്, ചെറിയൊരു ഗോൾഡനൊക്കെ ആവുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കാം. എന്നാലേ നമ്മളിപ്പം അരി വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വറുത്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ശർക്കര മൊത്തത്തിൽ ഇങ്ങനെ ചീവി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ ശർക്കര. 2 കപ്പ് ഉണ്ടാവും, ചിലപ്പോൾ 2 കപ്പിലും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. 3 ക്യൂബ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇതിൽ അഴുക്കൊന്നും ഇല്ല എന്നുള്ളത് ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മളിത് നേരിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. നല്ല ശർക്കര തന്നെ എടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചെരുവിയത് വേണം. തേങ്ങ ഞാൻ 1 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതും 2 കപ്പിലും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അപ്പം ഇതിപ്പം കുറച്ചധികം ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അണ്ടിപ്പുട്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ അതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. അത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ചെറുതായി ഒരു കടിക്കുന്ന ഒരു പരുവം ഉണ്ടാകുമ്പോൾ നന്നാവും.
അപ്പോൾ ചെറിയ ചെറിയ തേങ്ങാപ്പൂളുകൾ ഇടയ്ക്കുണ്ടാവുന്നത് നല്ലതാണ്, ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. പിന്നെ ഇതിലോട്ട് മെയിനായിട്ടുള്ള ചേരുവ, നാലാമത്തെ ചേരുവ, അതായത് അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഒരു 350 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കപ്പ് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2.5 കപ്പ് കേട്ടോ. നമ്മൾ അരി അളന്നിട്ടുള്ള ആ കപ്പിൽ തന്നെ 2.5 കപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് വേണമല്ലോ, മസ്റ്റാണ്. നമ്മൾ അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അരി ഇപ്പം കറക്റ്റായിട്ട് വറവൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത് നമ്മുടെ അരി. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റിന് മുകളിൽ എടുക്കും കേട്ടോ ഇത് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വല്ലാണ്ട് നോക്കാണ്ടിരിക്കരുത് കേട്ടോ, ഇളക്കിക്കൊണ്ടേ ഇരിക്കും വേണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് ചൂടാറിയ ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി ഈ അരി വറുത്തിട്ടുള്ള ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കറക്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 2.5 കപ്പോളം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പണ്ടൊക്കെ ഈ അണ്ടിപ്പരിപ്പിന് പകരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പറങ്കി മാങ്ങൻ്റെ അണ്ടി ഉണ്ടല്ലോ, അത് ചുട്ടിട്ടൊക്കെ ആയിരുന്നു. കുറച്ച് പണിയാണ്, അതാണ് അതിൽ മെയിൻ പണി. ഇതിപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയായി, ഇതിപ്പം നേരെ നമുക്കിത് വറുത്തെടുത്താൽ മതി. പണ്ട് നമ്മൾ അത് ചുട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ കുത്തി പൊട്ടിച്ചിട്ട് ആയിരുന്നു അത് എന്താ പറയുക അണ്ടിപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര അത് വായിൽ വരും, ആ ഒരു ടേസ്റ്റ് വരെ വായിൽ വരും. അങ്ങനത്തെ ഒരു മണമൊക്കെ ആയിരുന്നു. ഇന്ന് ഇതിനൊട്ടും മോശമല്ല, അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് ചുട്ട പോലത്തെ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാണ്ട് വേണം വഴറ്റിയെടുക്കാൻ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് മാറി നിന്നു, അപ്പോൾ അതിന് ഒരു ഭാഗം ഒന്ന് കളർ നന്നായിട്ട് മാറി. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വശവും ഒരേപോലെ ഗോൾഡൻ കളർ ആവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അരി നമ്മൾ വറുത്തെടുത്തത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചാൽ നമുക്ക് പൊടിഞ്ഞു കിട്ടില്ല. അരി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ, ഒട്ടും തന്നെ തരി ഇല്ലാണ്ട്. തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ വലിയൊരു പാത്രം എടുക്കുക, അതിലോട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിയിൽ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 തവണകളായിട്ട് ഞാൻ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തരിയായിട്ട് നല്ല പൊടിഞ്ഞിട്ട് ആണ് അരി പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നുള്ളൂ. അതുപോലെ ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൽ എണ്ണ കിനിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നാലേ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലിങ്ങനെ മുന്നിട്ട് നിൽക്കുകയുള്ളൂ. അരി നല്ല ഫൈനായിട്ട് പൊടിക്കുക, ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അപ്പോൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരി വറുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഒഴികെ ബാക്കിയെല്ലാതും ഭയങ്കര സിമ്പിളാണ്. അണ്ടിപ്പരിപ്പ് നമ്മൾ വറുക്കുന്നത് ഏകദേശം ഒരു 5 മിനിറ്റിന് താഴെ കേട്ടോ വറുത്തെടുക്കുന്നത്, വല്ലാണ്ട് വറുത്തെടുക്കണ്ട. അതുപോലെ ഒന്ന് ചുട്ട പോലെ ഒരു ടെക്സ്ചർ വരുമല്ലോ, ചെറുതായിട്ട് കറുപ്പല്ല ഒരു ബ്രൗൺ നിറമൊക്കെ വരുന്ന ആ ടെക്സ്ചർ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും അതുപോലെ തന്നെ അരി പൊടിച്ചതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഒരു ഇത് വേണമല്ലോ, കുറച്ചൊരു വെള്ളം പോലുള്ളൊരു മിക്സ്ചർ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി ഈക്വലായിട്ട് 2 ബാച്ചായിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി നമ്മൾ ഇത് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. കുറച്ചൊരു കുഴഞ്ഞ പരുവാവുമല്ലോ, അപ്പോൾ ആ പരുവത്തിൽ നമ്മളിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൽ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആ ശർക്കരയിലും തേങ്ങയിലും ഉള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മതി നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തൊന്നും എടുക്കുന്നില്ല കേട്ടോ,
അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയായി കിട്ടണമെന്നില്ല. അപ്പോൾ ചെറിയ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ തന്നെ എടുക്കാം കേട്ടോ അതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മതി, ധാരാളമാണ്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇതിൽ ഒട്ടും തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ ഇക്കാടെ സിസ്റ്ററാണ്, മൂത്ത സിസ്റ്ററാണ്. അപ്പോൾ ഇത്ത എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ അണ്ടിപ്പുട്ട്. മക്കൾക്കും അതുപോലെ ഹസ്ബൻഡൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇത്തയാണ് ഈ ഒരു റെസിപ്പി തന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ ഒരെല്ലൊക്കെ ഇടിച്ചിട്ടുണ്ടാക്കുന്ന അതിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. അതിൽ മെയിനായിട്ട് അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറങ്കി മാങ്ങൻ്റെ അണ്ടി ഉണ്ടല്ലോ, അത് വീട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ചുട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പോലെ തോന്നും, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കൈ ഒന്ന് കഴുകിയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൈ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 30 അണ്ടിപ്പുട്ടിലും മുകളിലുണ്ടാകും നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇത്രയും അളവിൽ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്കിത് പകുതിയാക്കിയിട്ട് മെഷർമെൻറ്റ്സൊക്കെ പകുതിയാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരൊറ്റ സമയത്ത് നമുക്ക്, കാരണം അത്രയും ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ്. നമ്മൾ വിശക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഒരു ഉണ്ട കൊടുത്താൽ മതി, അവരുടെ വിശപ്പ് ഏകദേശം ഒന്ന് ലെവലാവും. നല്ല ഹെൽത്തിയാണ്, എല്ലാ സംഭവങ്ങളും നല്ല ഹെൽത്തിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളതൊക്കെ. അതുപോലെ തന്നെ രുചിയാണെങ്കിൽ പറയും വേണ്ട. എന്തായാലും നമുക്കിത് കുറച്ച് കാലമൊക്കെ എടുത്ത് വെക്കാൻ പറ്റും, പക്ഷേ അത്രയും കാലമൊന്നും നിൽക്കില്ല, കാരണം നമ്മളത് കഴിച്ച് തീർക്കും. പിന്നെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാനും കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ നമ്മൾ വെള്ളം തളിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിങ്ങനെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബോളാക്കി എടുത്താൽ നന്നായിട്ട് നമുക്ക് ബോളാക്കി കിട്ടും. പിന്നെ ബോളാക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആവും, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാർഡാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പുട്ടൊക്കെ നല്ല ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നെക്സ്റ്റ് ഡേ ആട്ടോ. അത് കാരണം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി അരി പൊടിച്ചതിലൊക്കെ നന്നായിട്ട് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ഡേ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കണ്ടോ. നെക്സ്റ്റ് ഡേ കുറച്ചുകൂടെ ഒന്ന് ഹാർഡാവും കേട്ടോ. പിന്നെ കുറച്ച് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ച് തീർക്കും, അത് വേറെ കാര്യം. അത്രയും ടേസ്റ്റാട്ടോ. അപ്പോൾ ഒന്നും അളവ് കൂട്ടണ്ട, ശർക്കര പ്രത്യേകിച്ച് കൂട്ടണ്ട, കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് നല്ലതാണ്. തടി വയ്ക്കാനൊക്കെ, അണ്ടിപ്പരിപ്പൊക്കെ തടി വയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ വലിയവർ കഴിക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം കഴിക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. കൂടുതലായിട്ടുണ്ടെങ്കിൽ തടി കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.